മലയാള സിനിമയിലെ മഹാരഥന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും, താരചക്രവർത്തിമാർ. ഈ താരങ്ങളുടെ മുഖങ്ങളുടെ ഒരു ക്ലോസ് ഇമേജ് നോക്കിയാൽ തന്നെ ഏതു സിനിമയുടെ കഥാപാത്രമാണെന്ന് മനസ്സിലാകും. അത്ര കണ്ടാണ് ഇവർ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്നത്. താരങ്ങൾ മാത്രമല്ല, മലയാളി സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളും റോൾ മോഡലുമാണിവർ. ഒരിക്കൽ കൈരളി ടിവിയുടെ ഒരു സ്റ്റേജ് പരിപാടിയിൽ വെച്ച് നടൻ മുകേഷ് മമ്മൂട്ടിയുടെ ഒരു കഥ പറയുകയുണ്ടായി. ഒരു കാലത്ത് നായകനായും സഹനടനായുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന താരം ഇപ്പോഴും സിനിമയിലും ടെലിവിഷൻ ഷോകളിലും സജീവമാണ്. ഓഫ് സ്ക്രീനിലും തമാശ പറഞ്ഞ് ആളുകളെ കയ്യിലെടുക്കുന്ന മുകേഷ് മലയാളത്തിലെ പല താരങ്ങളെക്കുറിച്ചുമുള്ള രസകരമായ കഥകൾ പങ്കുവയ്ക്കാറുണ്ട്. മമ്മൂട്ടിയും മുകേഷും ഒരേ കാലത്ത് സിനിമയിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദത്തിന് വർഷങ്ങളുടെ ആഴമുണ്ട്. തന്റെയും മമ്മൂട്ടിയുടെയും തുടക്കകാലത്തുണ്ടായ ഒരു സംഭവമാണ് മുകേഷ് പങ്കുവച്ചത്. ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം. കൊല്ലത്തുള്ള എന്റെ സുഹൃത്ത് ഭദ്രൻ ബുള്ളറ്റിൽ ലൊക്കേഷനിൽ വരും. വാഹനപ്രേമിയായ മമ്മൂക്ക ബുള്ളറ്റ് കണ്ടാൽ അതെടുത്ത് ഒരു റൗണ്ട് അടിക്കും. ഒരു ദിവസം എന്നെ കൂടി വിളിച്ചു. അദ്ദേഹം എല്ലാ കാര്യത്തിലും അല്പം സ്പീഡാണ്. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. മമ്മൂക്കയ്ക്ക് നല്ലതുപോലെ ഓടിക്കാനൊക്കെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇത് ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ KG ജോർജ് വിളിച്ചത്. ധൈര്യമായിട്ട് കേറിക്കൂ എന്ന് പറഞ്ഞു. മുകേഷ് പറയുന്നു. ഒരു ദിവസം റൗണ്ട് അടിച്ചു, രണ്ടാമത്തെ ദിവസം റൗണ്ട് അടിച്ചു, മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിളുകാരനുമായി കൂട്ടിയിടിച്ച് താഴെ വീണു. മുകേഷ് പറയുന്നു. എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ മെറ്റലും ചരളും ഉണ്ടായിരുന്നു. ചരളിന് പുറത്തുകയറി സ്കിഡ് ചെയ്ത് വീണതാണെന്നാണ് മമ്മൂട്ടി തിരുത്തുന്നത്. മുഖമടിച്ചാണ് വീണതെന്ന് മമ്മൂട്ടി പറയുന്നുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റു. ഇദ്ദേഹത്തിന്റെ മുഖത്ത് ചെറുതായി മുറിവുണ്ടായെന്നും മുകേഷ് പറയുന്നു. എന്നാൽ ചെറുതൊന്നുമല്ല, മുഖത്തിന്റെ ഒരു സൈഡ് പോയി എന്നാണ് മമ്മൂട്ടി പറഞ്ഞതത്രേ. അതൊന്നുമില്ല, ചെറിയ മുറിവാണ്. പിന്നീട് ന്യൂഡൽഹിയിലെ GKയും സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്നതും കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ രംഗമാണ് ഓർമ്മ വരുന്നത്. ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എനിക്കിനി അഭിനയിക്കാൻ പറ്റുമോടാ, എന്നെ സിനിമയിൽ എടുക്കുമോടാ, എന്റെ മുഖം പോയടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് എന്നാണ് മുകേഷ് വേദിയിൽ ചിരിയോടെ പറഞ്ഞു വെച്ചത്. ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും മലയാളത്തിന്റെ ഈ പൗരുഷം പൊട്ടിക്കരയുകയാണ്. ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തനത്തിലെ ബാലഗോപാലിനെ കാണുമ്പോൾ പോലും ഞാനിങ്ങനെ ചിരിക്കും. സീരിയസ് രംഗത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും. വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് ഞാൻ പറയുമെന്നും മുകേഷ് പറയുന്നു. മമ്മൂട്ടിയുടെ ആശങ്ക വെറുതെയായിരുന്നു. ഇത്തരം ധാരാളം രസകരമായ കഥകൾ താരത്തിന്റെ സഹപ്രവർത്തകർ പങ്കുവയ്ക്കാറുണ്ട്. മമ്മൂട്ടിയാകട്ടെ താരത്തിൽ നിന്നും മെഗാ താരത്തിലേക്ക് വളർന്നു. മുകേഷ് ഈ കഥ പറയുമ്പോൾ മമ്മൂട്ടിയും ഒപ്പമുണ്ട്. മുകേഷ് നിർമ്മാതാവായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. അന്നും ഇന്നും എന്നും തന്നിലെ ഏറ്റവും മികച്ച മമ്മൂട്ടിയിസം പുറത്തെടുത്ത് സ്വയം നവീകരിക്കുന്ന മമ്മൂട്ടിയോളം പോന്ന പുതുമ കേരളീയ ജീവിത പരിസരത്ത് ഈ നൂറ്റാണ്ടിനുള്ളിൽ മറ്റൊരു വ്യക്തിക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ആശംസാ കുറിപ്പാണിത്.